ദൈവത്തിരുനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങളെ അനുസ്മരിക്കുന്ന കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് നാം കടന്നു വരികയും പരിശുദ്ധമായിരിക്കുന്ന ദുഃഖവെള്ളിയാഴ്ചയുടെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭം, യേശു കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടിയാണ്. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ അമ്മാനുവേൽ എന്ന പേരാകും എന്ന് പറഞ്ഞ തിരുവെഴുത്തിൻ പ്രകാരമായി കാലത്തികയിൽ പരിശുദ്ധ കന്യാമറിയാം അമ്മയോട് ദൈവത്തിന്റെ മാലാഖയായിരിക്കുന്ന ഗബ്രിയേൽ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടി ഉണ്ട്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കും എന്ന് അരുളിച്ചത് പ്രകാരം 2024 ആണ്ടുകൾക്കപ്പുറത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്ന യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങളെ നാം സ്മരിക്കുകയാണ്. ആദാമിക വർഗത്തിന് ഉണ്ടായ പാപത്തെ പരിഹരിക്കുവാൻ മനുഷ്യനാൽ ചെയ്യപ്പെട്ട പാപമായി ആദാമിക പാപം നിലനിൽക്കുമ്പോൾ അത് പരിഹരിക്കുവാനായി കാലാന്തരത്തിൽ ദൈവം തമ്പുരാൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിക്കുകയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ തന്റെ ഏകജാതനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം അവന് നൽകുവാന്റെ കോണം അത്രത്തോളം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം കാണുകയാണ്. യഥാർത്ഥത്തിൽ പാപികളായ മനുഷ്യന് വേണ്ടി പാപമില്ലാത്തവനായ യേശു ക്രിസ്തു, പാപികളായ മനുഷ്യന് വേണ്ടി പാപമില്ലാത്തവനായ യേശു ക്രിസ്തു തന്റെ മരണത്താൽ ലോകത്തെ വീണ്ടെടുക്കുവാൻ, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, രക്തം കൂടാതെ വിമോചനമില്ല എന്ന് പഴയ നിയമത്തിൽ നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ തന്റെ തിരു രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി ക്രൂശിൽ കിടന്നുകൊണ്ട് സകലം നിവർത്തിതമായി എന്ന് പറയുമ്പോൾ യേശുവിന്റെ മനുഷ്യാവതാര പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടുവെന്ന് നമുക്കറിയുവാനായിട്ട് കഴിയും. ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു സഖ്യൻ മാളിയിൽ തന്റെ ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി അപ്പമെടുത്ത് വാഴ്ത്തി അവരോട് പറയുന്നത്, ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീൻ കുടിപ്പീൻ, കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരവും രക്തവുമാകുന്നു എന്ന് അരുളി ചെയ്ത കർത്താവിന്റെ തിരുവത്താഴ ശുശ്രൂഷയിൽ നാം ഇന്നലെ സംബന്ധിക്കുവാനായിട്ടിടയായി. അതെന്നേക്കുമുള്ള രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്നതാണ്. ഞാൻ വരുന്നത് വരെ നിങ്ങൾ അപ്രകാരം ചെയ്യുവീൻ എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചു. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും സഭകളുടെ പീഡന കാലത്തും മുടക്കം കൂടാതെ കർത്താവിന്റെ തിരു ശരീരക്തങ്ങളെ ആഘോഷിക്കുവാനും അത് പാപികൾക്ക് വേണ്ടി, മോചനം പ്രാപിച്ചവർക്ക് വേണ്ടി, പരിശുദ്ധമായിരിക്കുന്ന പാപത്തെ ഒഴിഞ്ഞവർക്ക് വേണ്ടി നൽകുവാൻ കർത്താവിന്റെ തിരുവത്താഴ ശുശ്രൂഷയിലൂടെ, പരിശുദ്ധ കുർബാനയുടെ ദൈവം തമ്പുരാൻ നമുക്ക് സാധ്യതമാക്കി തന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു സകല ജനത്തിനു വേണ്ടിയാണ് വന്നത്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്. ഈ ലോകത്തിൽ ഒരു ദൈവത്തിനും അവകാശപ്പെടുവാൻ കഴിയാത്ത ഒരു കാര്യമാണ് പാപികളെ തേടി വന്ന യേശു ക്രിസ്തു. മറ്റേത് ദൈവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും നീതിമാന്മാരെ സംരക്ഷിക്കുവാനും പാപികളെ ഉന്മൂലനാശം വരുത്തുവാനും വന്നുവെങ്കിൽ യേശു ക്രിസ്തു വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. പാപത്തിലാണ്ട് കിടന്ന മനുഷ്യവർഗത്തെ തന്റെ അടിപ്പിടരാൽ സ്വർഗ്ഗം ലഭിക്കുമെന്നൊക്കെ വേണം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു തന്റെ അടിപ്പിടരാൽ നമുക്ക് സ്വർഗ്ഗം വന്നിരിക്കുന്നു. ആയതുകൊണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ
കർത്താവിന്റെ സ്കീപ്പൂസായുടെ ദിവസത്തിൽ എനിക്ക് വേണ്ടി എന്റെ കർത്താവ് മരിച്ചുവെന്നും അവന്റെ മരണത്താൽ എനിക്ക് ജീവനുണ്ടായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു നിത്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.